നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. വേൾഡ് ചാമ്പ്യൻഷിപ്പിലെ 10 ഗെയിമുകൾ അവസാനിച്ചിരിക്കുകയാണ്. 10ാം ഗെയിമിൽ ഡിംഗ്ലറൻ വൈറ്റ് സൈഡും ഗുഗേഷ് ബ്ലാക്ക് സൈഡാണ് കളിക്കുന്നത്. വൈറ്റ് D4 മൂവ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് D5 മൂവ് ചെയ്യുന്നു. വൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്കിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ F4ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വീണ്ടും ഒരു ലണ്ടൻ സിസ്റ്റം ട്രൈ ചെയ്യുന്നു. ബ്ലാക്ക് E6 മൂവ് ചെയ്യുന്നു. വൈറ്റും E3 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിനോട് സപ്പോർട്ട് കൊടുക്കുന്നതോടൊപ്പം അടുത്ത ബിഷപ്പിന് ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു. ബ്ലാക്ക് C5 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. എന്നാൽ വൈറ്റ് ഇപ്പോൾ അങ്ങനെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. അടുത്ത ബിഷപ്പിനെ E2ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇവിടെ കാസ്റ്റിംഗുള്ള സൗകര്യം ഉണ്ടാക്കുന്നു. ബ്ലാക്കും ബിഷപ്പിനെ D6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇതൊരു ബിഷപ്പ് എക്സ്ചേഞ്ച് ഓഫറൂടെയാണ്. എന്നാൽ വൈറ്റ് ഇപ്പോൾ ബിഷപ്പുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല, ആ പോണുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാണ്. വൈറ്റ് പോൺ വെച്ച് പോൺ ഇട്ടുന്നു, ബ്ലാക്ക് ബിഷപ്പ് വെച്ച് തിരിച്ചിട്ടുന്നു. ഇവിടെ വൈറ്റ് ഒരു ക്വിൻ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് ബ്ലാക്കിനെ കാസ്റ്റിംഗ് ചെയ്യുന്നതിൽ നിന്നും തടയാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് C4 മൂവ് ചെയ്തുകൊണ്ട് വീണ്ടും ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ ആ എക്സ്ചേഞ്ച് ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം കാസ്റ്റിംഗ് ചെയ്തുകൊണ്ട് കിങ്ങിനെ സേഫ് ആക്കുന്നു. വൈറ്റും കാസ്റ്റിംഗ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ C6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റും നൈറ്റിനെ C3ലേക്ക് ഡെവലപ്പ് ചെയ്ത ശേഷം ബ്ലാക്ക് ആ എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. പോൺ വെച്ച് പോൺ ഇട്ടുന്നു. വൈറ്റ് ബിഷപ്പ് വെച്ച് തിരിച്ചു കിട്ടുന്നു. ഇതോടെ ഇവിടെ D5 ഓപ്പൺ ആയിട്ടുണ്ട്. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. ആദ്യം നൈറ്റിനെ H5ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിന്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ G5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ക്വീനെതിരെ ഒരറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ E7ലേക്ക് കൊണ്ടുവന്ന് ആ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യുന്നതോടൊപ്പം വൈറ്റിന്റെ ബിഷപ്പിനെതിരെ ഒരറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. വൈറ്റ് നൈറ്റിനെ E4ലേക്ക് കൊണ്ടുവന്ന് ആ ബിഷപ്പിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഇപ്പോഴും F6 മൂവ് ചെയ്തുകൊണ്ട് ഈ ബിഷപ്പിനെതിരെ അറ്റാക്ക് വരികയാണെങ്കിൽ വൈറ്റിനെ നൈറ്റിനെ D2ലേക്ക് കൊണ്ടുവന്ന് ഈ D5 ക്ലോസ് ചെയ്യുന്നതോടൊപ്പം ബ്ലാക്കിന്റെ നൈറ്റിനെതിരെ ഡിസ്കവർ അറ്റാക്ക് കൊടുക്കാനും അവസരമുണ്ട്. ഇപ്പോൾ ആ നൈറ്റിന് സേഫ് ആയിട്ട് പോകാൻ വേറെ സ്ക്വയറുകളൊന്നുമില്ല. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ F6 മൂവ് ചെയ്യുന്നില്ല. പകരം നൈറ്റിനെ F6ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ഈ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യുന്നതോടൊപ്പം വൈറ്റിന്റെ നൈറ്റിനെതിരെയും അറ്റാക്ക് കൊടുക്കുന്നു. ഇവിടെ ഒരു കൂട്ട എക്സ്ചേഞ്ച് ഇറക്കിയാണ്. വൈറ്റ് ആദ്യം ഒരു ചെക്കോടുകൂടി ബ്ലാക്കിന്റെ നൈറ്റിനോട്ട് എടുക്കുന്നു. ബ്ലാക്ക് ബിഷപ്പ് വെച്ച് തിരിച്ചു കിട്ടുന്നു. വൈറ്റ് ക്വീൻ വെച്ച് ക്വീൻ ഇട്ടുന്നു. ബ്ലാക്ക് റൂക്ക് വെച്ച് തിരിച്ചു കിട്ടുന്നു. അതിനുശേഷം ബിഷപ്പ് വെച്ച് ബിഷപ്പിനിട്ടുന്നു. പോൺ വെച്ച് തിരിച്ചു കിട്ടുന്നു. ഇവിടെ വൈറ്റ് വീണ്ടും ഒരു എക്സ്ചേഞ്ച് ഓഫർ ചെയ്യാണ്. റൂക്കിനെ D1ലേക്ക് കൊണ്ടുവന്ന് ഒരു റൂക്ക് എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. എന്നാൽ ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ആദ്യം ബിഷപ്പിനെ D7ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് റൂക്കുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നു. വൈറ്റ് അടുത്ത റൂക്കിനെ C1ലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ ബ്ലാക്ക് ഒരു എക്സ്ചേഞ്ച് ഓഫറാണ്. ബിഷപ്പിനെ E8ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് റൂക്കിനെതിരെ ഡിസ്കവർ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് അത് അക്സെപ്റ്റ് ചെയ്യാണ്. റൂക്ക് വെച്ച് റൂക്കിനെ ഇട്ടുന്നു. ബ്ലാക്ക് റൂക്ക് വെച്ച് തിരിച്ചു കിട്ടുന്നു. ഇവിടെ രണ്ടുപേരും കിങ്ങുകളെ കൂടെ ഗെയിമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. വൈറ്റ് കിങ്ങിനെ F1ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് കിങ്ങിനെ G7ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് A3 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് F5 മൂവ് ചെയ്യുന്നു. വൈറ്റ് കിങ്ങിനെ E1ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് കിങ്ങിനെ F6ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ E1ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് റൂക്കിന്റെ ഫയൽ ഓപ്പൺ ചെയ്യുന്നു. ബ്ലാക്കിനെ E7ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് C8ലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. വൈറ്റ് E3 മൂവ് ചെയ്ത ശേഷം വീണ്ടും ഒരു എക്സ്ചേഞ്ച് ഓഫർ വരെയാണ്. റൂക്കിനെ C8ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിന്റെ റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് അതോ അക്സെപ്റ്റ് ചെയ്യാണ്. റൂക്ക് വെച്ച് റൂക്കിനെ ഇട്ടുന്നു. ബ്ലാക്ക് നൈറ്റ് വെച്ച് തിരിച്ചു കിട്ടുന്നു. വൈറ്റ് നൈറ്റിനെ D2ലേക്ക് കൊണ്ടുവരുന്നു. ബ്ലാക്ക് നൈറ്റിനെ D6ലേക്ക് കൊണ്ടുവരുന്നു. വൈറ്റ് ഇവിടെ വീണ്ടും ഒരു എക്സ്ചേഞ്ചിന് ശ്രമിക്കുകയാണ്. നൈറ്റിനെ D4ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിന്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് അതോ അക്സെപ്റ്റ് ചെയ്യുന്നു. നൈറ്റ് വെച്ച് നൈറ്റിനെ ഇടുന്നു. വൈറ്റ് ബിഷപ്പ് വെച്ച് തിരിച്ചു കിട്ടുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ C6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് F4 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിന്റെ കിങ് മുന്നോട്ട് വരുന്നത് തടയുന്നു. ഇവിടെ ബ്ലാക്ക് B6 മൂവ് ചെയ്യുന്നു. വൈറ്റ് കിങ്ങിനെ D2ലേക്ക് കൊണ്ടുവരുന്നു. ബ്ലാക്കും കിങ്ങിനെ E7ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് കിങ്ങിനെ C3ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് കിങ്ങിനെ D6ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് B4 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിന്റെ കിങ് C5ലേക്ക് വരുന്നത് തടയുന്നു. ബ്ലാക്ക് F6 മൂവ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് കിങ്ങിനെ D6ലേക്ക് കൊണ്ടുവന്നതോടെ രണ്ടുപേർക്കും മുന്നോട്ട് വരാനുള്ള എല്ലാ സ്ക്വയറുകളും ബ്ലോക്ക് ആയിരിക്കുകയാണ്. ഇവിടെ ബ്ലാക്ക് H6 മൂവ് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ B3ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്കും ബിഷപ്പിനെ B7ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ C4ലേക്ക് തന്നെ തിരിച്ചുകൊണ്ടുവരുന്നു. ഇങ്ങനെ മൂവുകൾ ആവർത്തിക്കപ്പെട്ടതോടെ ഗെയിം സമനിലയിൽ അവസാനിക്കുകയായിരുന്നു. അങ്ങനെ 10ാം ഗെയിമും സമനിലയിൽ അവസാനിച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ 4ാമത്തെ ഗീവയുടെ ലാസ്റ്റ് ഡേറ്റ്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പങ്കെടുക്കാൻ ശ്രമിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. നന്ദി, നമസ്കാരം.